ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കപ്പ വേവിക്കാം. ഇവിടെ ചീനി എന്നാണ് പറയുന്നത്. അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചു. ഇനി ഇത് അരിയാൻ തുടങ്ങാമേ. ഞാൻ മത്തി വാങ്ങിച്ചിട്ടുണ്ട്. മത്തി ചാളയ്ക്ക് ഇവിടെ മത്തി എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ ഈ കപ്പ നല്ല കോമ്പിനേഷനാണ്. അതുമല്ല ഇന്ന് മഴയും ഉണ്ട്. നല്ല ഇത് കഴുകി ഇത് അരിഞ്ഞ് വെള്ളത്തിലിടണം കുറച്ച് നേരം. ഇങ്ങനെ എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കി പിന്നീട് കാണിക്കാം. എല്ലാം അരിഞ്ഞ് കഴിഞ്ഞ് ഇനി കഴുകട്ടെ. 2-3 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് വെള്ളത്തിലോട്ട് വാരി ഇട്ട് വേവിക്കണം. വെള്ളം വെച്ച് തിളപ്പിച്ച് ഇനി അതിനകത്തോട്ട് കഴുകിയ വാരിയ കപ്പ ഇടുക. ഇത് കുറച്ച് വേവുമ്പോൾ ഒന്ന് ഊറ്റി ആ വെള്ളം കളഞ്ഞിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി വെള്ളം തിളപ്പിച്ച് അതിലോട്ടിട്ട് വേവിച്ച് ഊറ്റിയെടുക്കണം. പിന്നീട് അരപ്പിടണം. വെന്തോന്ന് നോക്കട്ടെ. കുറച്ച് വെന്തിട്ട് ഊറ്റിയിട്ട് വീണ്ടും വെള്ളം ഒഴിക്കണം. അങ്ങനെ 2 വട്ടത്തെ ഇത് വേണം. കുറച്ച് വെന്തിനി ഇത് ഈ വെള്ളം ഊറ്റി കളയട്ടെ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് തിളച്ച് ഇനി വേവട്ടെ. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് അരപ്പ് തയ്യാറാക്കാം. അതിന് 2 പച്ചമുളക്, ഇച്ചിരി പഴുത്ത പച്ചമുളക് എടുത്തേക്കുന്നത്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയും, ഞങ്ങൾ ജീരകം എന്നാണ് പറയുന്നത്. ഇതിത്രയും ഒന്ന് ചതച്ച് കഴിഞ്ഞിട്ട് തേങ്ങ ഇടാം. തേങ്ങ ഒന്ന് ചതഞ്ഞാൽ മതി. അതുകൊണ്ട് ഇത് ചതച്ചിട്ട് തേങ്ങ ഇടാം. ഇനി നമുക്ക് തേങ്ങ ഇടാം ഇതിലോട്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും മഞ്ഞൾപ്പൊടി ചതച്ചിട്ട് വരട്ടെ. വെന്തു. ഇനി ഊറ്റാം. ഇതാണ്ട് ഊറ്റിക്കഴിഞ്ഞ് ഇതിനകത്ത് കുറച്ച് ഉപ്പിടണം. കുറച്ച് ഉപ്പിടുക. ഇനി ഈ അരച്ചതിടട്ടെ. ഈ അരപ്പിടട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് വറുത്തിടുന്നത് നല്ലതാണ്, പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഇതാണ്ട് കുറച്ച് കരിവേപ്പില. ഇനി ഒന്ന് ചെറുതായിട്ട് ആവി കൊണ്ടിട്ട് ഇളക്കിയെടുക്കാം. ആവി കൊണ്ടു. ഇനി ഇളക്കട്ടെ. ചീനി വേവിച്ചത് റെഡി. അങ്ങനെ ഇന്നത്തെ ലഞ്ച് കപ്പ വേവിച്ചത്, ചാളയും മാങ്ങയും കൂടെ കറി, ചാള വറുത്തത്, ചാള ഫ്രൈ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.